Genetic translation, that is protein biosynthesis. ട്രാൻസ്ക്രിപ്ഷൻ നടന്നതിന് ശേഷം mRNA സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ദെൻ അവിടെ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ്, അതായത് ജനറ്റിക് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. സോ DNA കോഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് mRNAയിലേക്ക് കോപ്പി ചെയ്തു. ദെൻ mRNAയിൽ ഇപ്പോൾ റൈബോന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ ഫോമിലിരിക്കുന്ന ജനറ്റിക് മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോട്ടീൻ ഇൻ ദ ഫോം ഓഫ് അമിനോ ആസിഡ് സീക്വൻസ്. അതാണ് ജനറ്റിക് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. സോ translation means it is an mRNA dependent protein synthesis. Protein synthesis first step ആണ് recognition, activation and adaptation of amino acids. Amino acids ആണ് പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്. സോ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡ്സിനെ സെലക്ട് ചെയ്യണം. സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡ് പൂളിൽ നിന്നാണ് അമിനോ ആസിഡിനെ സെലക്ട് ചെയ്യുന്നത്. പ്രോട്ടീൻസിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന എൻസൈമാണ് അമിനോ അസൈൽ ടിആർഎൻഎ സിന്തറ്റേസ്. അങ്ങനെ അമിനോ അസൈൽ ടിആർഎൻഎ സിന്തറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ സെലക്ട് ചെയ്യും. ദെൻ അത് ATP ആയിട്ട് റിയാക്ട് ചെയ്യും. സോ അമിനോ ആസിഡ് പ്ലസ് എൻസൈം പ്ലസ് ദിസ് ATP, അങ്ങനെ അത് അമിനോ അസൈൽ അഡിനിലേറ്റ് സിന്തറ്റേസ് ഫോം ചെയ്യും. സോ ദിസ് എൻസൈം ബൗണ്ട് അമിനോ അസൈൽ അഡിനിലേറ്റ് ആണ് അമിനോ ആസിഡിൻ്റെ ആക്ടിവേറ്റഡ് ഫോം എന്ന് പറയുന്നത്. നമുക്ക് അബൌട്ട് 20 കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. ഓരോ അമിനോ ആസിഡ്സിനും ആക്ടിവേറ്റ് ചെയ്യുന്നത് ഓരോ സ്പെസിഫിക് എൻസൈംസ് ആണ്. സോ ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 20 കൈൻഡ്സ് ഓഫ് അമിനോ അസൈൽ ടിആർഎൻഎ സിന്തറ്റേസസ്. അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരാണ് ടിആർഎൻഎ, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ RNA. സോ ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ദെൻ ടിആർഎൻഎ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തത്. So each activated amino acids covalently links with the 3' end of the specific transfer RNA. tRNAയുടെ 3' എൻഡിലേക്ക് ഈ അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്യും. ഹൈ എനർജി എസ്റ്റർ ബോണ്ട് വഴിയായിട്ടാണ് ഈ ഒരു ലിങ്ക് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഫോംസ് അമിനോ അസൈൽ tRNA കോംപ്ലക്സ്. ആൻഡ് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റേഷൻ ഓഫ് അമിനോ ആസിഡ് ഓർ ചാർജിങ് ഓർ അമിനോ അസൈലേഷൻ ഓഫ് tRNA. അമിനോ ആസിഡ്സിൻ്റെ ആക്ടിവേഷന് ശേഷം പ്രോട്ടീൻ ബയോസിന്തസിസിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് കോഡോൺ ആൻറ്റി കോഡോൺ പെയറിംഗ്. mRNA ന്യൂക്ലിയസിൽ നിന്ന് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് സൈറ്റോപ്ലാസത്തിൽ എത്തിയതിനു ശേഷം അത് റൈബോസോമായിട്ട് കോംപ്ലക്സ് ചെയ്ത് നിൽക്കുകയായിരിക്കും ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഇതാണ് mRNA റൈബോസോം കോംപ്ലക്സ് എന്ന് പറയുന്നത്. റൈബോസോമിന് ഒരു ലാർജ് സബ് യൂണിറ്റും ഉണ്ട്, ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. സോ അമിനോ ആസിഡിൻ്റെ ആക്ടിവേഷന് ശേഷം, അതായത് അമിനോ അസൈൽ tRNA കോംപ്ലക്സ് ഫോം ചെയ്തതിനു ശേഷം ഈ അമിനോ അസൈൽ tRNA കോംപ്ലക്സ് ഈ mRNA റൈബോസോം കോംപ്ലക്സിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ mRNA റൈബോസോം കോംപ്ലക്സിൽ എത്തിയതിനു ശേഷം അത് mRNAയിലാണ് ഈ ജനറ്റിക് കോഡ് ഇരിക്കുന്നത്, ആ ഒരു ട്രിപ്ലറ്റ് ന്യൂക്ലിയോടൈഡ്സ്. അത് റീഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. സോ ഓൺ റീച്ചിങ് ദ റൈബോസോം ഇറ്റ് റീഡ്സ് ദ ജനറ്റിക് ടെക്സ്റ്റ് ഓഫ് ദ mRNA. And it recognizes its specific binding site and accordingly binds with an appropriate codon of mRNA through hydrogen bonding. ഇതാണ് tRNAൻ്റെ സ്ട്രക്ചർ. mRNAയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് കോഡോൺസ് ആണ്. അതിൻ്റെ ആൻറ്റി കോഡോൺസ് tRNAയുടെ ആൻറ്റി കോഡോൺ ആമിൽ ഉണ്ടാവും. ഇവിടെ mRNAയിലുള്ള കോഡോൺ എന്ന് പറയുന്നത് AUC ആണ്. ഈ AUCക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള UAG ആൻറ്റി കോഡോൺ ഉള്ള ട്രാൻസ്ഫർ RNA അതിൻ്റെ സ്പെസിഫിക് അമിനോ ആസിഡിനെ ക്യാരി ചെയ്തിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ അമിനോ ആസിഡിനെ ക്യാരി ചെയ്തിട്ട് വരുന്ന tRNA, ദാറ്റ് ഈസ് അമിനോ അസൈൽ tRNA കോംപ്ലക്സ് എന്ന് പറയുന്നത് mRNAയിലെ ഈ കോഡോണുമായിട്ട് അവരുടെ ആൻറ്റി കോഡോൺസ് ഹൈഡ്രജൻ ബോണ്ട് വഴി പെയർ ചെയ്യും. ആൻഡ് ഇവിടെ ആൻറ്റി കോഡോൺ കോഡോൺ പെയറിംഗ് ആണ് കാണിക്കുന്നത് വിത്ത് ദ കോംപ്ലിമെൻ്ററി ന്യൂക്ലിയോടൈഡ്സ്. ആൻഡ് ഇവിടെ tRNA ആക്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർമീഡിയേറ്റർ ആയിട്ടാണ്. സോ tRNA ഹിയർ ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയേറ്റർ കോൾഡ് അഡാപ്റ്റർ മോളിക്യൂൾ ഫോർ പൊസിഷനിങ് ദ അമിനോ ആസിഡ്സ് ഇൻ ദ എക്സാക്ട് സീക്വൻസ് ഇൻ എ ഗ്രോയിങ് പോളിപെപ്റ്റൈഡ് ചെയിൻ. കോഡോൺ ആൻറ്റി കോഡോൺ പെയറിംഗ് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ജനറ്റിക് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷനിൽ ന്യൂക്ലിയോടൈഡ് ലാംഗ്വേജിന് അമിനോ ആസിഡ് ലാംഗ്വേജ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ട്രാൻസ്ലേഷൻ ഒക്കേഴ്സ് ഓൺ പോളിസോം. പോളിസോമിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് വിത്ത് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മെഗ്നീഷ്യം അയോൺസ് ആൻഡ് വെറൈറ്റി ഓഫ് എൻസൈംസ് ആൻഡ് പ്രോട്ടീൻ ഫാക്ടേഴ്സ്.
പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് GTP ആണ്. Translation is completed in 3 stages and they are initiation, elongation and termination. പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇനീസിയേഷൻ ആൻഡ് ആ ഒരു ചെയിനിൻ്റെ ലെങ്തനിങ് ആണ് ഇലോങ്ങേഷൻ. ചെയിൻ ഇലോങ്ങേഷൻ സ്റ്റോപ്പ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെർമിനേഷൻ. ട്രാൻസ്ലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനീസിയേഷൻ. അതായത് ഒരു പെപ്റ്റൈഡ് ചെയിനിൻ്റെ ഫസ്റ്റ് അമിനോ ആസിഡിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുക, ദെൻ അടുത്ത വരുന്ന അമിനോ ആസിഡിനെയും ഇൻകോപ്പറേറ്റ് ചെയ്ത് ആ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അമിനോ ആസിഡ് തമ്മിലുള്ള ലിങ്കിങ്, പെപ്റ്റൈഡ് ബോണ്ട് വഴിയുള്ള ലിങ്കിങ് നടത്തുക, അതൊക്കെയാണ് ഇനീസിയേഷനിൽ നടക്കുന്നത്. അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു റൈബോസോമിനെ mRNAയിൽ അസംബിൾ ചെയ്യുക, ആ ഒരു ട്രാൻസ്ലേഷൻ സൈറ്റിൽ കറക്റ്റായിട്ട് റൈബോസോമിനെ പൊസിഷൻ ചെയ്യുക, അതേപോലെ ഇനീസിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുക, ദെൻ പെപ്റ്റൈഡ് ചെയിനിൻ്റെ കറക്റ്റ് പ്ലേസിൽ ഫസ്റ്റ് അമിനോ ആസിഡിനെ പ്ലേസ് ചെയ്യുക. ഇതെല്ലാനുമാണ് ഇനീസിയേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. സോ ഇനീസിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടാണ് ഇനീസിയേഷൻ നടക്കുന്നത്. ഇനീസിയേഷൻ കോംപ്ലക്സിൽ വരുന്ന ആൾക്കാരാണ് ഒന്ന് mRNA, ദെൻ റൈബോസോമൽ സബ് യൂണിറ്റ്സ് പറയാൻ കാരണം ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. ദെൻ ഇനീഷ്യേറ്റഡ് tRNA, ആദ്യത്തെ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന ആളാണ് ഇനീഷ്യേറ്റഡ് tRNA. ദെൻ എനർജി സോഴ്സ് ആയിട്ടുള്ള GTP. ദെൻ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, ഇനീസിയേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയും. ഇനീസിയേഷൻ ഫാക്ടർ 1, 2, 3 അങ്ങനെ ഒരുപാട് ഇനീസിയേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ഇനീസിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇത്രയും ഫാക്ടേഴ്സിൻ്റെ കോംപ്ലക്സിന് വേണ്ടിയിട്ട് ഇനീസിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് മാഗ്നീഷ്യം അയോൺസിൻ്റെ പ്രസൻസ് കൂടി വേണം. പ്രോക്യാരിയോട്സിൽ, അതായത് ബാക്ടീരിയയിൽ ദർ ആർ ഓൺലി 3 ഇനീസിയേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ദേ ആർ IF1, IF2 ആൻഡ് IF3. ബട്ട് യൂക്യാരിയോട്സിൽ അറ്റ്ലീസ്റ്റ് 9 or 10 ഡിഫറെൻറ്റ് ഇനീസിയേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. IF1, IF2, IF3, IF4A, IF4B എക്സെട്ര. ഇനീസിയേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നതാണ് ഇനീസിയേഷൻ ഫാക്ടർ 2 ബൈൻഡ്സ് വിത്ത് GTP. ദെൻ ഈ കൊടുത്തിരിക്കുന്ന 30S എന്ന് പറയുന്നത് റൈബോസോമിൻ്റെ സ്മോൾ സബ് യൂണിറ്റ് ആണ്. IF2 GTP ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൈബോസോമിൻ്റെ ഈ സ്മോൾ സബ് യൂണിറ്റ് ഇനീസിയേഷൻ ഫാക്ടർ 1നെയും 3നെയും ബൈൻഡ് ചെയ്യും. ആൻഡ് ഇനീസിയേഷൻ ഫാക്ടർ 1ഉം 3യും സ്മോൾ സബ് യൂണിറ്റിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ബൈൻഡിങ് ബിറ്റ്വീൻ ദ ലാർജ് ആൻഡ് സ്മോൾ റൈബോസോമൽ സബ് യൂണിറ്റ്സ്. IF1ഉം 3യും ഇവിടെ വന്ന് സ്മോൾ സബ് യൂണിറ്റിൽ ബൈൻഡ് ചെയ്തിരിക്കുന്ന കാരണം ലാർജ് സബ് യൂണിറ്റിന് ഇവരോട് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ IF2 ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന GTP ഈ ഒരു സ്മോൾ സബ് യൂണിറ്റിനോട് വന്ന് അറ്റാച്ച് ചെയ്യും. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നടന്നു കഴിയുമ്പോഴാണ് ഇനീഷ്യേറ്റഡ് tRNA ഈ 30S സബ് യൂണിറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഇതൊരു mRNA ആണ്. യൂഷ്വലി mRNAയുടെ ഇനീസിയേഷൻ കോഡോൺ എന്ന് പറയുന്നത് AUG ആണ്. സോ AUGനെ റെക്കഗ്നൈസ് ചെയ്യും ആദ്യത്തെ tRNA എന്ന് പറയുന്നത്. ഈ AUGക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൻറ്റി കോഡോൺ ഉള്ള ട്രാൻസ്ഫർ RNA അമിനോ ആസിഡിനെ ക്യാരി ചെയ്തിട്ട് വരും. ആൻഡ് അവിടെ കോഡോൺ ആൻറ്റി കോഡോൺ പെയറിങ് നടക്കും. ആൻറ്റി കോഡോൺ ഉള്ളത് ഈ AUGക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള UAC ആയിരിക്കും. ആൻഡ് അവരുടെ പെയറിങ് നടക്കും. സോ ഫസ്റ്റ് അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന tRNA ആണ് ഇനീഷ്യേറ്റഡ് tRNA. പ്രോട്ടീൻ സിന്തസിസ്, അതായത് പെപ്റ്റൈഡ് ചെയിനിൻ്റെ ഫോർമേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റേജിൽ, അതായത് കോഡോൺ ആൻറ്റി കോഡോൺ പെയറിങ് നടന്നു, ഫസ്റ്റ് അമിനോ ആസിഡ് വന്നു. അപ്പോൾ ദ ഹോൾ കോംപ്ലക്സ് ദാറ്റ് ഈസ് ഫോംഡ് ബൈ mRNA, ഇനീഷ്യേറ്റഡ് tRNA, 30S റൈബോസോമൽ സബ് യൂണിറ്റ്, ദെൻ ഇനീസിയേഷൻ ഫാക്ടേഴ്സ് 1, 2 ആൻഡ് 3, പിന്നെ GTP. ഇവരെ എല്ലാവരെയും കൂടിയിട്ടാണ് പ്രൈമറി ഓർ 30S ഇനീസിയേഷൻ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനീസിയേഷൻ ഫാക്ടർ 3 അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോരും. ഇനീസിയേഷൻ ഫാക്ടർ 3 ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് പോകുമ്പോൾ റൈബോസോമിൻ്റെ 50S സബ് യൂണിറ്റ്, അതായത് ലാർജ് സബ് യൂണിറ്റ് വന്ന് ഈ ഒരു പ്രൈമറി ഇനീസിയേഷൻ കോംപ്ലക്സിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്യുമ്പോൾ ഇനീസിയേഷൻ ഫാക്ടർ 1ഉം ഇനീസിയേഷൻ ഫാക്ടർ 2ഉം അവിടെ നിന്ന് റിലീസ്ഡ് ആകും. ആൻഡ് ദിസ് ഫോംസ് എ സെക്കൻഡറി ഓർ 70S ഇനീസിയേഷൻ കോംപ്ലക്സ്.
ലാർജ് സബ് യൂണിറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഒരു എനർജി കൺസ്യൂമിങ് സ്റ്റെപ്പാണ്. സോ ഇവിടെയുള്ള GTP ഹൈഡ്രോളിസിസ് നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സോ ഇനീസിയേഷൻ ഫാക്ടേഴ്സ് എല്ലാവരും ഡിറ്റാച്ച് ചെയ്ത് പോകുമ്പോഴാണ് ലാർജ് സബ് യൂണിറ്റ് ആയിട്ടുള്ള 50S റൈബോസോമൽ സബ് യൂണിറ്റ് വന്ന് ഇവരോട് അറ്റാച്ച് ചെയ്യുന്നത്. റൈബോസോംസിന് 3 സൈറ്റ്സ് ഉണ്ട്. A site, P site and E site. A site is called acceptor site or amino acyl site, and P site is peptidyl site or polymerization site, and E site is the exit site for the expulsion of the unloaded tRNA. അമിനോ ആസിഡിനെ കൊടുത്തതിന് ശേഷം ഫ്രീ ആയിട്ടുള്ള tRNAനെ എക്സിറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ് ഈ ഒരു E സൈറ്റിന്റെ ഫംഗ്ഷൻ. A സൈറ്റിലേക്കാണ് അമിനോ ആസിഡ് tRNAs അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത്. ബട്ട് ഇനീഷ്യേറ്റ് tRNA, അതായത് ആദ്യത്തെ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന tRNA ബൈൻഡ് ചെയ്യുന്നത് P സൈറ്റിലാണ്. സോ P സൈറ്റ് ഈസ് എ ബൈൻഡിങ് സൈറ്റ് ഫോർ ദി ഇനീഷ്യേറ്റഡ് tRNA. സോ P സൈറ്റിലേക്കാണ് ആദ്യത്തെ അമിനോ ആസിഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അമിനോ ആസിഡ് വരുന്നത് ഈ ഒരു A സൈറ്റിലേക്കാണ് അടുത്ത അമിനോ ആസിഡിനെ കൊണ്ട്. അങ്ങനെ അടുത്ത അമിനോ ആസിഡിനെ കൊണ്ട് A സൈറ്റിൽ വന്നിട്ട് അവിടുത്തെ കോഡോൺ ആൻറ്റികോഡോൺ പെയറിംഗ് നടക്കും. അങ്ങനെ A സൈറ്റിൽ വന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് അമിനോ ആസിഡ് tRNA വന്ന് ബൈൻഡ് ചെയ്യും. ദെൻ അടുത്ത സ്റ്റേജിൽ നടക്കുന്നത് ആദ്യം വന്ന അമിനോ ആസിഡ് tRNAയിലുള്ള അമിനോ ആസിഡും രണ്ടാമത് വന്ന അമിനോ ആസിഡ് tRNAയിലുള്ള അമിനോ ആസിഡും തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ടാണ്. ഇങ്ങനെ അമിനോ ആസിഡ് ലിങ്ക് ചെയ്തിട്ടാണ് ഒരു പെപ്റ്റൈഡ് ചെയിൻ ആയിട്ട് മാറേണ്ടത്. സോ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് ഈ രണ്ട് അമിനോ ആസിഡ്സും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. ഈ ഒരു പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ് ഉള്ള tRNAനെയാണ് നമ്മൾ പെപ്റ്റിഡൈൽ tRNA എന്ന് വിളിക്കുന്നത്. സോ ഇനീസിയേഷൻ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനീസിയേഷൻ സ്റ്റെപ്പിൽ ട്രാൻസ്ലേഷൻ ഇനീഷ്യേറ്റഡ് ആയി AUG, അതായത് സ്റ്റാർട്ട് കോഡോൺ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫസ്റ്റ് അമിനോ ആസിഡ് tRNA, ഫസ്റ്റ് അമിനോ ആസിഡിനെ ക്യാരി ചെയ്തിട്ട് എപ്പോഴും AUG ഓൾവേസ് കോഡ്സ് ഫോർ മെത്തിയോണി. അപ്പോൾ മെത്തിയോണിനെ ക്യാരി ചെയ്തിട്ടായിരിക്കും ആദ്യത്തെ tRNA വരുന്നത്. അതിന് നമ്മൾ മെത്തിയോണൈൽ tRNA എന്ന് വിളിക്കും. യൂക്കാരിയോട്സിന്റെ കേസിലാണ് ഫസ്റ്റ് അമിനോ ആസിഡ് മെത്തിയോണിൻ പറയുന്നത്. ബട്ട് ഇൻ പ്രോകാരിയോട്സ് ഈ മെത്തിയോണിന്റെ കൂടെ ഒരു ഫോർമൈൽ ഗ്രൂപ്പ്, അതായത് ഒരു CHO ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് പ്രോകാരിയോട്സിലെ ഇനീഷ്യേറ്റഡ് tRNA എന്ന് പറയുന്നത് ഫോർമൈൽ മെത്തിയോണൈൽ tRNA ആയിരിക്കും. ഇനീസിയേഷൻ കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ മീൻസ് പെപ്റ്റൈഡ് ചെയിനിന്റെ ലെങ്തനിങ് അല്ലെങ്കിൽ പോളിമറൈസേഷൻ ആണ്. വേറെ ഒരുപാട് അമിനോ ആസിഡ്സ് വന്ന് ലിങ്ക് ചെയ്ത് ഒരു പെപ്റ്റൈഡ് ചെയിനിന്റെ ലെങ്തനിങ്ങിനെയാണ് ഇലോങ്ങേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ്. EF എന്ന് പറഞ്ഞിട്ടുള്ള ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ആണ് ഇലോങ്ങേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനീസിയേഷൻ സ്റ്റെപ്പിൽ ഇനീസിയേഷൻ ഫാക്ടേഴ്സ് പോലെ തന്നെ ഇലോങ്ങേഷനിൽ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആദ്യത്തെ രണ്ട് അമിനോ ആസിഡ് തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനും ദെൻ അവസാനം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ് തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ, ആ ഒരു ഹോൾ ലെങ്തനിങ്, അത്രയും റിയാക്ഷൻസ് ആണ് ഇലോങ്ങേഷനിൽ വരുന്നത്. ഇലോങ്ങേഷനിൽ റൈബോസോമിന്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നുണ്ട്. ഈ mRNA കൂടെ ഈ റൈബോസോം മൂവ് ചെയ്യും. സോ ദർ ഇസ് മൂവ്മെന്റ് ഓർ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് റൈബോസോംസ് എലോങ് ദ mRNA. അങ്ങനെയാണ് ഈ mRNAയിലുള്ള ട്രിപ്ലറ്റ് ന്യൂക്ലിയോടൈഡ്സ്, അതായത് ജനറ്റിക് കോഡിലൂടെ ഈ റൈബോസോം മൂവ് ചെയ്യും. അതായത് ഇനീസിയേഷൻ കോഡോൺ മുതൽ ഈ ഒരു ടെർമിനേഷൻ കോഡോൺ വരെ ഈ റൈബോസോംസ് എത്തും. ഇലോങ്ങേഷനിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണ്. ആദ്യത്തെ അമിനോ ആസിഡ് tRNA ഇപ്പോൾ P സൈറ്റിൽ ഇരിക്കുകയാണ്. ദെൻ ഇപ്പോൾ ഇവിടെ A സൈറ്റ് ഫ്രീ ആണ്. ഇപ്പോൾ പെപ്റ്റിഡൈൽ tRNA P സൈറ്റിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ P സൈറ്റിലുള്ള പെപ്റ്റിഡൈൽ tRNA A സൈറ്റിലിരിക്കുന്ന അമിനോ ആസിഡ് tRNAയിലേക്ക് ഈ പെപ്റ്റിഡൈൽ റെസിഡ്യൂ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദിസ് ഇസ് കോൾഡ് ട്രാൻസ്പെപ്റ്റിഡേഷൻ. ദെൻ ഇവർ തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ടിങ് നടക്കും ബിറ്റ്വീൻ ദ അമിനോ ആസിഡ് റെസിഡ്യൂ ഓഫ് ദ അമിനോ ആസിഡ് tRNA ആൻഡ് ദ ന്യൂലി ആഡഡ് പെപ്റ്റിഡൈൽ ഫ്രാഗ്മെന്റ്. ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് സിന്തറ്റേസ്. ഇപ്പോൾ ഈ P സൈറ്റിലിരിക്കുന്ന tRNA എന്ന് പറയുന്നത് അൺചാർജ്ഡ് ആയിട്ടുള്ള tRNA ആണ്. ഇതിൽ അമിനോ ആസിഡ്സ് ഒന്നുമില്ല. ഈ റൈബോസോം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു അൺചാർജ്ഡ് tRNA E സൈറ്റിലേക്ക് എത്തും. ആൻഡ് ദിസ് അൺചാർജ്ഡ് tRNA ഈസ് എക്സ്പെൽഡ് ഔട്ട് ത്രൂ ദിസ് E സൈറ്റ്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ദെൻ ഇപ്പോൾ P സൈറ്റിലിരിക്കുന്ന
tRNA എന്ന് പറയുന്നത് 2 അമിനോ ആസിഡ്സ് ഉണ്ട്. പെപ്റ്റിഡൈൽ tRNA ആണ്. ദെൻ ന്യൂലി ആയിട്ടുള്ള tRNA, ചാർജ്ഡ് ആയിട്ടുള്ള tRNA എ സൈറ്റിലേക്ക് എത്തും. ദെൻ ഈ ഒരു പെപ്റ്റിഡൈൽ tRNA പെപ്റ്റൈൽ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവരും ഈ സൈറ്റിലേക്ക് എത്തും, അങ്ങനെ എക്സിറ്റ് ആവും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അമിനോ ആസിഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ലെങ്തനിങ് നടക്കും ആ ഒരു പെപ്റ്റൈഡ് ചെയിനിൻ്റെ. പെപ്റ്റൈഡ് സിന്തറ്റേസ് അല്ലെങ്കിൽ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈം വർക്ക് ചെയ്യുന്നത് tRNA ഡീഅസൈലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈമായിട്ട് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ്. തേർഡ് സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ടെർമിനേഷൻ ആണ്. ഇറ്റ് ഈസ് എ സെസേഷൻ ഓഫ് പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ ആൻഡ് ദ സബ്സിക്വന്റ് റിലീസ് ഓഫ് ദ കംപ്ലീറ്റഡ് ചെയിൻ. ഒരു പെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്ത് കഴിഞ്ഞ് അതിനെ റിലീസ് ചെയ്യുന്നതും ആ ഒരു പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോസസ്സാണ് ടെർമിനേഷൻ. അങ്ങനെ റൈബോസോം മൂവ് ചെയ്ത് സ്റ്റോപ്പ് കോഡോൺ എത്തുമ്പോഴാണ് ടെർമിനേഷൻ നടക്കുന്നത്. സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺസ്, ആൻഡ് ദേ ആർ UAA, UAG ആൻഡ് UGA. ടെർമിനേഷൻ മീഡിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ടെർമിനേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റിലീസ് ഫാക്ടേഴ്സ്. ഈ റിലീസ് ഫാക്ടേഴ്സ് ആണ് റൈബോസോമിന് സ്റ്റോപ്പ് കോഡോൺ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിന് ആൻറ്റി കോഡോൺ ഉള്ള tRNAs ഉണ്ടാവില്ല. സോ ടെർമിനേഷനിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ ഒരു എ സൈറ്റിലുള്ള സ്റ്റോപ്പ് കോഡോണിനെ ഈ റിലീസിങ് ഫാക്ടർ റെക്കഗ്നൈസ് ചെയ്തിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ദെൻ പെപ്റ്റൈഡ് സിന്തറ്റേസ് എൻസൈം ഉണ്ട്. പെപ്റ്റൈഡ് സിന്തറ്റേസ് അല്ലെങ്കിൽ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. ഈ ഒരു എൻസൈമായിട്ട് ഈ ഒരു റിലീസിങ് ഫാക്ടർ വന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിനെ ഹൈഡ്രോളിറ്റിക് ആയിട്ട് മാറ്റും. ഈ ഒരു എൻസൈമിന് ഹൈഡ്രോളിറ്റിക് പ്രോപ്പർട്ടി കിട്ടുമ്പോൾ ഇതാണ് ലാസ്റ്റ് അമിനോ ആസിഡിനെ ക്യാരി ചെയ്തിട്ടുള്ള tRNA. ഈ ഒരു tRNAനെയും ഈ ഒരു ലാസ്റ്റ് അമിനോ ആസിഡിനെയും തമ്മിലുള്ള ഈ എസ്റ്റർ ബോണ്ട് ഈ ഒരു ഹൈഡ്രോളിറ്റിക് പ്രോപ്പർട്ടി കിട്ടിയ പെപ്റ്റൈഡ് സിന്തറ്റേസ് ബ്രേക്ക് ചെയ്യും. സോ ദിസ് ഹൈഡ്രോളിറ്റിക് പെപ്റ്റൈഡ് സിന്തറ്റേസ് hydrolyzes the ester bond between the last tRNA and the last amino acid of the peptide chain. അങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ റൈബോസോമിൽ നിന്ന് റിലീസ്ഡ് ആകും. ദെൻ ഈ റൈബോസോം കോംപ്ലക്സസ് ഡിസോസിയേറ്റ് ചെയ്യും. സ്മോളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റ്സ് ഒക്കെ ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ട് അവർ വീണ്ടും അനദർ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് അസംബിൾ ചെയ്യും. tRNAയും ഡിറ്റാച്ച്ഡ് ആകും. tRNAയും അടുത്ത പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡ്സിനെ പിക്ക് ചെയ്യും. mRNAയും ഡിറ്റാച്ച്ഡ് ആകും. ഈ mRNA ഹൈഡ്രോളൈസ് ചെയ്തിട്ട് റൈബോ ന്യൂക്ലിയോടൈഡ്സ് യൂണിറ്റ് ആയിട്ട് മാറും. mRNAനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈമാണ് റൈബോ ന്യൂക്ലിയേസസ്. അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ഡിറ്റാച്ച് ചെയ്ത് പോയി ഫൈനലി നമുക്ക് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ കിട്ടും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ.